ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വാഹനം അതിൻ്റെ ഏറ്റവും നല്ല കണ്ടീഷനിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതോ അവയ്ക്കുള്ളിൽ നിങ്ങളറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഒരു വാഹനത്തിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാതെ നിങ്ങൾക്കൊരിക്കലും അവ റിപ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല. എന്താ ശരിയല്ലേ? മോഡേൺ കാറുകളിലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചറുകളിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ കണ്ടെത്താൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾസ് അഥവാ ഉപകരണങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ വാഹനം നിങ്ങളൊരു സർവീസ് സെന്ററിൽ കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചാണ് വാഹനത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത്. അടുത്ത തവണ സർവീസ് സെന്ററിൽ പോകുന്നതിന് മുൻപേ എന്തൊക്കെ ടൂളുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയാലോ? എന്താണ് ഡയഗ്നോസ്റ്റിക് ടൂൾസ്? വാഹനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ ഈസിയായി കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി ടയർ പ്രഷർ ഗേജ് ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ്. അവ വാഹനത്തിലെ ടയറിന്റെ എയർ പ്രഷർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഡയഗ്നോസ്റ്റിക് ടൂളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ: സേവ് ടൈം. വാഹനത്തിലെ പ്രശ്നങ്ങൾ ഈ ടൂളുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ കണ്ടെത്താം. സേവ് മണി. ഈ ടൂളുകൾ ഉപയോഗിച്ച് പറയത്തക്ക ലക്ഷണങ്ങൾ ഒന്നുമില്ലാത്ത എന്നാൽ വളരെ ചെലവേറിയ കംപ്ലൈന്റുകൾ അവ സംഭവിക്കുന്നതിന് മുൻപേ കണ്ടെത്താം. അതുവഴി നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം. സംടൈംസ് ദേ ആർ എസെൻഷ്യൽ. ചില സന്ദർഭങ്ങളിൽ ഈ ടൂളുകൾ ഇല്ലാതെ കംപ്ലൈന്റുകൾ കണ്ടെത്താൻ സാധിക്കുകയില്ല. പോർട്ടബിൾ. ഇത്തരം ടൂളുകൾ മിക്കവാറും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈസിയായി ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോകാം. കമ്പാറ്റിബിൾ വിത്ത് ഡിഫറെന്റ് വെഹിക്കിൾസ്. ഈ ടൂളുകൾ വാഹനങ്ങളുടെ വ്യത്യസ്ത മോഡലുകളാണെങ്കിലും അവയ്ക്കെല്ലാം സ്യൂട്ട് ആകുന്ന തരത്തിലുള്ളതാണ്. ഇനി നമുക്ക് വളരെ കോമൺ ആയി കാണപ്പെടുന്ന കാർ ഡയഗ്നോസ്റ്റിക് ടൂളുകളെ ഒന്ന് പരിചയപ്പെടാം. OBD2 സ്കാനർ. ഈ ലിസ്റ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് OBD2 സ്കാനർ. നമ്മുടെ എല്ലാ വാഹനങ്ങളിലും തന്നെ ഒരു ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക് പോർട്ട് അവൈലബിൾ ആണ്. അതിലേക്ക് OBD2 സ്കാനർ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കൺട്രോൾ യൂണിറ്റിൽ നിന്നുമുള്ള കോഡുകൾ റീഡ് ചെയ്യാം, ആവശ്യമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ലൈവ് ഡാറ്റ ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ടർ, ബാറ്ററി, ടർബോ ചാർജർ തുടങ്ങി വിവിധ സിസ്റ്റങ്ങളെ പ്രോഗ്രാം ചെയ്യുവാനും സാധിക്കും. കോഡ് റീഡർ. OBD2 സ്കാനറിന്റെ ഒരു സിമ്പിൾ വേർഷനാണ് കോഡ് റീഡർ. ഇവ വളരെ ചീപ്പും ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നവയുമാണ്. എന്നാൽ ഇവ ഉപയോഗിച്ചുകൊണ്ട് ഫാൾട്ടി കോഡുകൾ റീഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ബേസിക് ആയിട്ടുള്ള ലൈവ് ഡാറ്റ എടുക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ. മൾട്ടിമീറ്റർ. എല്ലാ തരത്തിലുമുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾക്കും യൂസ് ചെയ്യുന്ന ഒന്നാണ് മൾട്ടിമീറ്റർ. വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് തുടങ്ങിയവ മെഷർ ചെയ്യാനും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനും മൾട്ടിമീറ്ററുകൾ ഉപയോഗിക്കാം. പെയിന്റ് തിക്നെസ് ഗേജ്. എല്ലാ വാഹനങ്ങളിലും പ്രൈമറിന്റെ ഒരു തിൻ ലെയർ, അതിനു മുകളിലായി പെയിന്റ്, വീണ്ടും ഒരു ക്ലിയർ കോട്ട് ഇവ ഉണ്ടായിരിക്കും. ആക്സിഡന്റ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ബോഡി പാനലുകൾ മാറ്റുന്നതിന് പകരം പുട്ടി ഉപയോഗിച്ചുകൊണ്ട് അതിലുള്ള ഡാമേജ് മാറ്റിയതിനു ശേഷം റീപെയിന്റ് ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പെയിന്റ് തിക്നെസ് ഗേജ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ഇവ അതിന്റെ പ്രോബും പാനലും തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കുന്നത് വഴി ഡാമേജ് ഉള്ള പാർട്ടാണോ എന്ന് ഈസിയായി മനസ്സിലാക്കാം. ഫ്യൂൽ പ്രഷർ ഗേജ്. മോഡേൺ കാറുകളിൽ ഒരു പെർട്ടിക്കുലർ ഫ്യൂൽ പ്രഷർ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഫ്യൂൽ പ്രഷർ ഗേജ് ഉപയോഗിച്ചുകൊണ്ട് ഈ വാല്യൂ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. വാക്വം പ്രഷർ ഗേജ്. ബ്രേക്ക് ബൂസ്റ്ററുകൾ, EGR വാൽവുകൾ തുടങ്ങിയവയുടെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാൻ വാക്വം അത്യാവശ്യമാണ്. വാക്വം സിസ്റ്റത്തിലേക്ക് വാക്വം പ്രഷർ ഗേജ് കണക്ട് ചെയ്യുക വഴി ഇവ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. കംപ്രഷൻ ടെസ്റ്റർ. എഞ്ചിനിലെ കമ്പഷൻ ചേംബറിനുള്ളിൽ പെട്രോൾ വാഹനങ്ങളിൽ എയർ ഫ്യൂൽ മിക്സറും ഡീസൽ വാഹനങ്ങളിൽ എയറും കംപ്രസ് ചെയ്ത് അവയെ കത്തിച്ചാണ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വളരെ നാളത്തെ പ്രവർത്തന ഫലമായി കമ്പഷൻ ചേംബറിന് തേയ്മാനം സംഭവിക്കുക വഴി ഈ കംപ്രഷൻ പൂർണ്ണതോതിൽ നടക്കുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എഞ്ചിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും കൂടുതൽ ഇന്ധനം ആവശ്യമായി വരികയും ചെയ്യും. സിമ്പിളായി പറഞ്ഞാൽ മൈലേജ് കുറയും. കമ്പഷൻ ചേംബറിനുള്ളിലെ പ്രഷർ കൃത്യമായ അളവിലാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ കംപ്രഷൻ ടെസ്റ്റർ ഉപയോഗിക്കാം. ഇൻസ്പെക്ഷൻ ക്യാമറ. നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത വാഹനഭാഗങ്ങൾ ചെക്ക് ചെയ്യാൻ ഇൻസ്പെക്ഷൻ ക്യാമറകൾ സഹായിക്കും. ബാറ്ററി ടെസ്റ്റർ. മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ്, കറന്റ് തുടങ്ങിയവയെല്ലാം ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് അണ്ടർ ലോഡ്,
കപ്പാസിറ്റി തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി ടെസ്റ്റർ ഉപയോഗിക്കണം. സർക്യൂട്ട് ടെസ്റ്റർ ഒരു ലൈനിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ സിമ്പിളായി ഒരു സർക്യൂട്ട് ടെസ്റ്റർ ഉപയോഗിക്കാം. നോൺ കോണ്ടാക്ട് തെർമോമീറ്റർ നോൺ കോണ്ടാക്ട് തെർമോമീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്സസിബിലിറ്റി ഇല്ലാത്ത ഭാഗത്തെ പോലും ടെമ്പറേച്ചർ ലേസർ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. മെക്കാനിക്സ് സ്റ്റെതസ്കോപ്പ് ഇവ മാനുവൽ ടൈപ്പിലും ഡിജിറ്റൽ ടൈപ്പിലും അവൈലബിൾ ആണ്. രണ്ടായാലും ഫംഗ്ഷൻ ഒന്നു തന്നെ. എന്തെങ്കിലും അൺയൂഷ്വൽ സൗണ്ടുകൾ കേട്ടാൽ അവയുടെ സോഴ്സ് ഏതാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാം. വാഹനങ്ങളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ ഡയഗ്നോസ്റ്റിക് ടൂളുകൾ വളരെ അത്യാവശ്യമാണ്. എന്നിരുന്നാലും അവയുടെ എഫക്റ്റീവ്നെസ് എത്ര കൃത്യമായി അവ ഉപയോഗിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ മെക്കാനിക് വാഹനത്തിലേക്ക് ഡയഗ്നോസ്റ്റിക് ടൂളുകൾ കണക്ട് ചെയ്യുമ്പോൾ അവ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നതെന്ന് നിങ്ങളും ശ്രദ്ധിക്കുമല്ലോ.